നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 001/2026 ആണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 223/2025 ആൻഡ് 365/2025 ആണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണ് എടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് സോളിഡ് ഒബ്ജക്റ്റ് ഹാസ് 12 ഈക്വൽ പെൻറ്റഗൺ ഫേസസ്? 12 ഈക്വൽ ആയിട്ടുള്ള പെൻറ്റഗൺ ഫേസസ് വരുന്നത് ഏതിലെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ബേസ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ബേസ് ചെയ്തും ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളതെല്ലാം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡോ ഡെക്കഗൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡോ ഡെക്കഗൺ ആണ് നമ്മുടെ ആൻസർ. അതുപോലെ തന്നെ സൈഡ്സ്, പോളിഗൺസിൻ്റെ സൈഡ്സ് കൂടെ നോക്കി വയ്ക്കുക. ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും എങ്കിൽ 4 സൈഡ്സ് ആണ്. പെൻറ്റഗൺ 5 സൈഡ്സ്, ഹെക്സഗൺ 6 സൈഡ്സ്, ഹെപ്റ്റഗൺ 7, ഒക്ടഗൺ 8 ആണ്, നൊണഗൺ 9 സൈഡ്സ് ആണ്, ഡെക്കഗൺ 10 സൈഡ്സ്. ഹെൻ ഡെക്കഗൺ എന്ന് പറഞ്ഞാൽ 11 സൈഡ്സ് ആണ്. ഡോ ഡെക്കഗൺ എന്ന് പറയുന്നത് 12 സൈഡ്സ് ആണ്. ഓക്കെ, അത്ര നോക്കി വയ്ക്കാം. അതുപോലെ ഹെക്ടഗൺ എന്നൊക്കെ പറഞ്ഞാൽ 100 സൈഡ്സ് ആണ് വരുന്നത്. ഐസോസാഗൺ എന്ന് പറയുമ്പോൾ 20 സൈഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്ര ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കാം. M4 designated scale set has dash scale. ശ്രദ്ധിക്കുക, അവർ പറഞ്ഞിരിക്കുന്നത് M4 ആണ്. ഈ 8 സ്കെയിൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. M1, M2, M3, M4, M5, M6, M7, M8. ഓരോന്നിനും പ്രൊപ്പോർഷൻ ഉണ്ട്. 1:2 ആണ്. ദെൻ 1:2.5 1:5. അതിനുശേഷം 1:10 to 1:50. ദെൻ 4. ഇനിയാണ് നമുക്ക് 4 വരുന്നത്. 50 അല്ല, 20 ആണ്. 1:10 to 1:20. ദെൻ 1:50 to 1:100. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വന്നത്? M4 ആണ്. അതിൽ 1:50 to 1:100 ആണ്. നമുക്ക് എന്ത് മാത്രമേ ഇവിടെ ഉള്ളൂ? 50 ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി കഴിഞ്ഞിട്ടില്ല. M5 വരുന്ന സമയത്ത് 1:200 to 1:400, 1:300 to 1:600, 1:400 to 1:800, 1:1000 to 1:2000. ഇത്രയുമാണ് നമ്മുടെ സ്കെയിൽസിൻ്റെ റേഷ്യോ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ലൈൻ ഈസ് യൂസ്ഡ് ടു ഷോ ട്രജക്ടറീസ്? ട്രജക്ടറീസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെ ലൈൻസ് എന്നുള്ളത്, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു സെക്ഷൻ മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പോൾ അത് അത്രയും പോർഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചെയിൻ ലൈനാണ് വരുന്നത്. ട്രജക്ടറീസിന് വേണ്ടിയിട്ട് ചെയിൻ ലൈനാണ്. ട്രജക്ടറി മാത്രമല്ല ചെയിൻ ലൈൻ വരുന്നത്. അതും ചെയിൻ ലൈൻ എന്ന് പറയുമ്പോൾ ചെയിൻ തിൻ ലൈനാണ് ട്രജക്ടറിക്ക് വേണ്ടി വരുന്നത്. ട്രജക്ടറി മാത്രമല്ല, ലൈൻ ഓഫ് സിമെട്രിയും സെൻട്രൽ ലൈനും അത് വരുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ജി ആണ്. ജി ക്ലാസ്സിലാണ് വരുന്നത്. ഈ ഡാഷ് ലൈൻ എന്ന് പറയുമ്പോൾ അതിനും ഉണ്ട് ഡാഷ് തിക്കും ഡാഷ് തിന്നും. ഡാഷ് തിക്കാണെങ്കിൽ ഹിഡൻ ഔട്ട്ലൈൻ ആണ്. തിന്നായാലും തിക്കായാലും ഒരേ ഇത് തന്നെയാണ് വരുന്നത്. ഹിഡൻ ഔട്ട്ലൈനും ഹിഡൻ എഡ്ജസും ആണ്. ക്ലാസ് വരുന്ന സമയത്ത് ഡാഷ്ഡ് തിക്കാണെങ്കിൽ ഇ ആയിരിക്കും, ഡാഷ്ഡ് തിന്നാണെങ്കിൽ എഫ് ആയിരിക്കും വരുന്നത്. ഐസോമെട്രിക് സ്കെയിൽസ് ഈസ് എ ഫോർ ഷോർട്ടനിങ് ഓഫ്. ഐസോമെട്രിക് സ്കെയിൽസ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 82%. കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആർ യൂസ്ഡ് ഡാഷ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആണ്. ഓപ്ഷൻ ഡി ആണ്. കൊമേഴ്സ്യൽ വരുന്നത് ഗ്രൂപ്പ് എഫിലാണ് വരുന്നത്. ഗ്രൂപ്പ് എഫ്. എ ലൈൻ perpendicular to the transverse axis to the hyperbola and passing through its midpoint. നമ്മൾ ഹൈപ്പർബോള എടുത്തിട്ടുണ്ട്. അതിനൊരു ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ട്. അതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് മിഡിലിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ആക്സിസിനെ പറയുന്ന പേരാണ് കോൺജുഗേറ്റഡ് ആക്സിസ്. Then a four-sided figure having no sides parallel. ഇതിന് ആൻസർ, ഫൈനൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് ട്രപ്പിസോയിഡൽ ആണ്. ഇതിന് ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറൊരു രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പാരലൽ പ്രൊജക്ഷൻസ്? ഈ തന്നിരിക്കുന്നതിൽ പാരലൽ പ്രൊജക്ഷൻസ് അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക്, ഓക്സിനോമാട്രിക്സ്, ഒബ്ലിക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? പാരലൽ പ്രൊജക്ഷൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ നൺ ഓഫ് ദി അബോവ് ആണ്. What is the conversion of 3000 mm in 1:25 scales? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3000 mm നമ്മുടെ ഓപ്ഷൻസ് കൂടെ നോക്കുക. സെൻറ്റിമീറ്റർ എമ്മിലോ ആയിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലായില്ലേ? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ
ഇക്വേഷൻ എഴുതാം. മാപ്പ് ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. അതിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതുപോലെ ഗ്രൗണ്ടിലുള്ളതാണ് അവർ എടുത്ത് നമുക്ക് തന്നേക്കുന്നത്. സോ ആ ഒരു ഗ്രൗണ്ടിലുള്ള വാല്യൂസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒന്നും അധികം ചെയ്യാനില്ല. കാരണം നമുക്കിനി പെൻഡിങ് ഉള്ള മാപ്പ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ 3000 ഒരു കാര്യമുണ്ട്, 3000 mm ആണ്. അതിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ആദ്യം സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് കൊണ്ടുപോവുക. ഈക്വൽ ടു സൈനിലോട്ട് പോകുന്ന സമയത്ത് അത് ഇൻറ്റു ആയി മാറും. സോ ഫൈനലി നമുക്ക് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പം 12 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ആ സെൻറ്റിമീറ്റർ, ആ ഒരു യൂണിറ്റ് അത് സെറ്റ് ചെയ്തെടുക്കണം, അതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ 12 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അടുത്തത്, ഒക്കുപ്പൻ ലോട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ് പെർ പേഴ്സൺ. സോ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണെങ്കിൽ 4 ആണ് വരുന്നത്. റെസിഡൻഷ്യൽ ആണെങ്കിൽ 12.5 ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ 15 ആണ് വരുന്നത്. അടുത്ത 11th ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. The quantity of cement required for 1:2:4 concrete 10 cubic meter. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ, അതിൻ്റെ ടോട്ടൽ പ്രൊപ്പോർഷൻ എടുക്കുക. സോ അതിൽ 1 ആണ് നമ്മുടെ സിമെൻറ്റിൻ്റെ പാർട്ട് വരുന്നത്. ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ 1.54 എടുക്കുക. നമുക്ക് എത്രയെന്ന് തന്നിട്ടുണ്ട്, ക്യൂബിക് മീറ്റർ 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും, 2.2 മീറ്റർ ക്യൂബ് എന്ന് വരും. സിമ്പിളാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിലോട്ട് പോവാത്തത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, 2.2 cubic meter. The timber required for paneled door shutter 4 cm thick for 100 square meter is. അടുത്തതും ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏരിയ ഇൻറ്റു തിക്നെസ്, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. ഈ തിക്നെസ്സിനെ നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കിട്ടും, മീറ്ററിലോട്ടാണ് ആക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി. What is the defect liability period in contract document normally refers to 6 months to 1 year. The form used in public works for measurement book is form 23. 16, 17, 18 question cancel ചെയ്തതാണ്. What is the handrail height of fire stairs? ശ്രദ്ധിക്കുക, പെട്ടെന്ന് 90 എഴുതാനുള്ള ഒരു ചാൻസ് ഒക്കെ വരും, ഒരു ഇതൊക്കെ വരും. കാരണം നമ്മൾ സ്റ്റെയറിൽ പഠിക്കുമ്പം നമ്മുടെ ഫ്ലോറിൽ നിന്ന് എത്രയാണ്, 90 സെൻറ്റിമീറ്റർ ആണ് ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് നോർമൽ കേസാണ്. ഫയർ വരുന്ന സമയത്ത് അത് 120 സെൻറ്റിമീറ്റർ ആവും. ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്സിൻ്റെ നമ്പർ. നോർമൽ കേസിൽ മാക്സിമം 12 കൊടുക്കാം, പക്ഷേ ഫയറിൽ വരുമ്പം 16 ആണ്. ദ എമൗണ്ട് ഓഫ് ആനുറ്റി ബ്രിങ്സ് അറ്റ് എ സെയിം ഫ്യൂച്ചർ ഡേറ്റ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഈസ് നോൺ ആസ്. ഡിഫേർഡ് ആനുറ്റി ആണ് വരുന്നത്. ആൻസർ വരുന്നത് ഡിഫേർഡ് ആനുറ്റി. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം ദ എയർ, hygroscopicity. What is the process of immersing timber in a solution of suitable salt to season it called? വേറെ ഒന്നുമല്ല, സീസണിങ്ങിൻ്റെ ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സാൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതിലാണ്, കെമിക്കൽ സീസണിങ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റോൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡോക്സ്, ഹാർബേഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഡാം? സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് ഫോക്കസ് ചെയ്യുക. മുന്നേയും ചോദിച്ചിട്ടുണ്ട്. ഡോക്സ്, ഹാർബർ, ഗ്രാവിറ്റി ഒക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ എന്ത് പ്രോപ്പർട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. Dash are used to reduce the quantity of mixing water required to produce concrete of a certain slump, reduce water cement ratio, reduce cement content or increase slumps. ഇതേ സെയിം സെൻറ്റൻസ് തന്നെയാണ് നമുക്ക് നിമി ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. വാട്ടർ റെഡ്യൂസിങ് അഡ്മിസ്റ്റേഴ്സ്. ബ്രിക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസ് ആർ ഓൾസോ കോൾഡ്. പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നമുക്ക് കിട്ടുന്നത് വയർ കട്ടും, ഡ്രൈ ക്ലേ മെഷീനിൽ കിട്ടുന്നത് പ്രസ്ഡ് ബ്രിക്കുമാണ്. ദ വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെൻറ്റ് ഈസ്, വോളിയം ഓഫ് 1 ബാഗ് സിമെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.03477 ആണ് കിട്ടുന്നത്. 47 ക്യൂബിക് മീറ്റർ ആണ് കിട്ടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂസ് ഓഫ് ലൈം ഇൻ ദ സ്റ്റീൽ ഇൻഡസ്ട്രി? സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ലൈം യൂസ് ചെയ്യുമ്പോൾ ലൈം എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ്, ആസ് എ ഫ്ലക്സ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ആ ഒരു ഫ്ലക്സ് ആയിട്ടാണ് ലൈം ആക്ട് ചെയ്യുന്നത്. Sand passing through a sieve with a clear opening of 1.5875 mm is known as. അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ഫൈൻ സാൻഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലം ഫോർ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ കനാൽ ലൈനിങ്? കനാൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 70 to 80 mm സ്ലംബിൻ്റെ വാല്യൂ നമ്മൾ പറയുന്നത്, 70 to 80 mm. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെഹിക്കിൾസ് ഓർ കാരിയർ ഇൻ പെയിൻറ്റ്? വെഹിക്കിൾസ് അല്ലെങ്കിൽ കാരിയറിൻ്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടു ഹോൾഡ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ പെയിൻറ്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ ആണ്. ആൻഡ് ഡാഷ് ടൈപ്പ് ഓഫ് ടൈൽസ് ആർ യൂസ്ഡ് ഇൻ കിച്ചൺ ഫ്ലോർസ് ആസ് ഓർഡിനറി സെറാമിക് ടൈൽസ് ആർ ബ്രിട്ടിൽ
and full of any heavy objects is liable to chip the ceramics. സെയിം സെൻറ്റൻസ് നിമിയിലുണ്ട്. സോ ആൻസർ വരുന്നത് ഫുള്ളി വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ഗൺ മെറ്റൽ? സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ലോവർ സർഫസ് ഓഫ് ദ ബ്രിക്ക് വെൻ ലൈഡ് ഫ്ലാറ്റ് ഈസ് നോൺ ആസ്, നമ്മുടെ ആൻസർ എന്താണ്? ബെഡാണ് വരുന്നത്. ദ നാരോ വെർട്ടിക്കൽ ബോർഡ് യൂസ്ഡ് ടു മേക്ക് ഫോം വർക്ക് ഫോർ സർക്കുലാർ കോളം, സർക്കുലാർ കോളത്തിന് വേണ്ടിയിട്ടുള്ളത് സ്റ്റേവ്സ് എന്നാണ് പേര്. സ്റ്റേവ്സ് നാരോ ആയിട്ടുള്ള വെർട്ടിക്കൽ ബോർഡാണ്. നമ്മുടെ സർക്കുലർ കോളം വർക്കിന് യൂസ് ചെയ്യുന്ന, ഫോം വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേഴ്സ് ആണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ മാസണറി ഇൻ വിച്ച് സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് ദേ അവൈലബിൾ ഫ്രം ദ കോറി ആൻഡ് ദ കോസ്റ്റ് ഈസ് നോട്ട് റെഗുലർ. അൺകോസ്റ്റ് മേസണറി ആണ്. നെയിം ദ സ്പ്രെഡ് ഫൂട്ടിംഗ് യൂസ്ഡ് ഫോർ വോളിൽ ചെയ്യുന്നതിന് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നും പറയും. The double flying shore is used when the distance between the adjacent parallel wall is. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഡബിൾ ഫ്ലൈയിങ് ഷോർ ആണ്. ഡബിൾ ഫ്ലൈയിങ് ഷോറിനെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 9 to 12 ആണ് വരുന്നത്. ഓക്കെ, 9 വരെ ആണെങ്കിൽ സിംഗിൾ ഷോറാണ്, 9 to 12 ആണെങ്കിൽ ഡബിൾ ഫ്ലൈയിങ് ഷോറാണ് വരുന്നത്. നെയിം ദ ആർച്ച് ഇൻ വിച്ച് എ സെമി സർക്കുലർ പോർഷൻ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ടു വെർട്ടിക്കൽ പോർഷൻ. സോ ആൻസർ സ്റ്റിൽറ്റഡ് ആർച്ച്. Which piles used to protect waterfront structures against the impact from ship or other floating object? സോ പയലിൻ്റെ പേരെന്ന് പറയുന്നത് ഫെൻഡർ പൈൽസ് ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റ് വിച്ച് ട്രസിൽ സ്കഫോൾഡിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫ്രം ദി സർഫസ്? 5 മീറ്റർ ആണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോർസ് ഈസ് യൂസ്ഡ് ഫോർ സ്വിമ്മിംഗ് പൂൾ? സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ അസ്ഫാൾട്ട് ഫ്ലോർ ആണ്. സ്വിമ്മിംഗ് പൂളിൽ അസ്ഫാൾട്ട് ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഈസ് അഡോപ്റ്റഡ് അപ് ടു എ സ്പാൻ ഓഫ്. നമ്മൾ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഏത് വരെ അഡോപ്റ്റ് ചെയ്യുമെന്നാണ്? 7.5 മീറ്റർ വരെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത ട്രിപ്പിൾ ജോയിസ്റ്റ് ആകുമ്പോൾ 7.5 മീറ്ററിനേക്കാളും ഗ്രേറ്റർ എന്നേ പറയുന്നുള്ളൂ. നെയിം ദ സ്റ്റെയർ ദാറ്റ് ഡു നോട്ട് റിക്വയർ ന്യൂവൽ പോസ്റ്റ്. ന്യൂവൽ പോസ്റ്റ് വേണ്ടാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത സ്റ്റെയർ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ സ്റ്റെയർ ആണ്. ആ ജോമെട്രിക്കൽ സ്റ്റെയറിൻ്റെ എക്സ്പ്ലനേഷനിലേ നമ്മൾ പറയുന്നതാണ്. എ ട്രസ്ഡ് റൂഫ് ഈസ് യൂസ്ഡ് വെൻ ദ സ്പാൻ എക്സീഡ്. ട്രസ്ഡ് റൂഫ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് 4.8 മീറ്ററിനേക്കാളും സ്പാൻ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ട്രസ്ഡ് റൂഫ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലംബ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ? റോഡ് കൺസ്ട്രക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് 20 to 40 ആണ്. മിക്ക ക്വസ്റ്റ്യൻസിനും ഇതുണ്ട്. വാട്ട് ഈസ് ദ ലാപ്പ് ലെങ്ത് ഓഫ് വെർട്ടിക്കൽ ബാർസ് ഇൻ കോളം? 24 into diameter of bar ആണ്. The concrete mix M25 to M55 are known as standard concrete. What is the minimum number of bars provided in a beam as main bar? Main bar ആയിട്ട് മിനിമം 2 എണ്ണമെങ്കിലും കൊടുക്കണം. What is the number of rivet? What is the name of rivet which round head? ബട്ടൺ ഹെഡ് എന്നാണ് പറയുന്നത്. നെയിം ദ സ്റ്റെയർ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ സ്റ്റെപ്സ് ആർ ഫോംഡ് ആസ് ത്രെഡ് ഓൺലി. ത്രെഡ് മാത്രമേ ഉള്ളൂ, റൈസ് ഇല്ല എങ്കിൽ. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഇത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് കാൻഡിലിവർ ത്രെഡ് സ്ലാബ് സ്റ്റെപ്പ് എന്നാണ്. കാൻഡിലിവർ ത്രെഡ്